ഇന്നത്തെ ഈ ഒരു കാലത്ത് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അഥവാ ജോലി കിട്ടിയാലോ പ്രതീക്ഷിക്കുന്നത്ര സാലറിയും നമുക്ക് കിട്ടുന്നില്ല. കിട്ടുന്ന സാലറി കൊണ്ടാണെങ്കിലോ നമ്മുടെ വീട്ടിലെ നിത്യ ഉപയോഗ സാധനങ്ങൾ വാങ്ങാൻ പോലും നമുക്ക് തികയുന്നുമില്ല. ഇനിയിപ്പോൾ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ വരെ ജോലി എടുത്ത് തുടങ്ങണം. എന്നാൽ മാത്രമാണ് നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കാലം മാറിയതോടുകൂടി തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വീട്ടിലെത്തി കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആരെയും വിശ്വസിച്ചു പോകാൻ പറ്റാത്തൊരു കാലവും കൂടിയാണിന്ന്. ഇതെല്ലാം കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് സ്ത്രീകളായ നാം എല്ലാവരും വീടുകളിലിരുന്നു കൊണ്ട് ചെറിയ ചെറിയ തൊഴിലെല്ലാം ചെയ്യാൻ തുടങ്ങുന്നതും. സ്വയം തൊഴിൽ വളരെ നല്ലതാണ്. അത് ക്ഷമയോടും വൃത്തിയോടും ആത്മാർത്ഥതയോടും ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യവും നമ്മുടെ കുടുംബത്തിന് വളരെ താങ്ങും തണലും ആകാനും സാധിക്കും. ഇതുപോലെ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു അവസ്ഥയിലാണ് ഞാനും ഇതുപോലെ ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ തുടങ്ങിയതും. എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ ഞാൻ ചെയ്യാൻ ഏറ്റെടുത്തതും. ഇതിൽ നിന്നും ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ലോകത്ത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല. ക്ഷമയും നല്ല വിവേകവും ഉണ്ടെങ്കിൽ നമുക്കും ഒന്നിലൊന്ന് പിടിച്ച് മുന്നോട്ട് കയറാൻ സാധിക്കും. കൂട്ടുകാരെ, വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊരു താങ്ങും തണലുമാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പലഹാര ബിസിനസ്സൊക്കെ നിങ്ങൾ തുടങ്ങേണ്ടതാണ്. പലഹാര ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വളരാൻ സാധിക്കില്ല. എങ്കിലും വളരെ ക്ഷമയോടും അർപ്പണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുവാണെങ്കിൽ നമുക്കും എല്ലാവരെ പോലെ വിജയിക്കാൻ. നമ്മുടെ ചാനലില് പല വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേരിപ്പോ സ്വയം തൊഴിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഉണ്ണിയപ്പ ബിസിനസ് തന്നെയാണ്. ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്ന കൂട്ടുകാരോട് ഒരു വാക്ക് പറയട്ടെ. നമ്മള് മാവ് കലക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. മാവ് നല്ല പോലെ പൊങ്ങി കിട്ടുമ്പോഴാണ് ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും അധികം എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നതും. ഇപ്പം പാനിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ നല്ല ബോൾ പോലെ വീർത്ത് വരുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. അത് മറിച്ചിട്ട് കൊടുക്കുവാണെങ്കിലോ രണ്ട് മുഖമുള്ള ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇതിന് കാണാൻ മനോഹരവും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുമുള്ള ഉണ്ണിയപ്പമാണ് നമ്മൾ തയ്യാറാക്കി കൊടുക്കേണ്ടതും. വിജയം കൈവരിക്കാനായിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ എല്ലാ കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങണം. ഇതിൽ നിന്ന് നമ്മൾ തള്ളിപ്പറയാനും കുറ്റപ്പെടുത്താനും ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അതൊന്നും കൊണ്ട് ആരും തളരേണ്ട ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടെ കൺമുന്നിൽ കാണേണ്ടതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മോട്ടിവേഷൻ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.